ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് ഐറാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വർക്കിന് പോകുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ചാലക്കുടിയിലാണ് നമ്മുടെ വർക്ക് വരുന്നത്. അപ്പോൾ അതിനൊക്കെ മുന്നായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അധികം ലാഗ് അടിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും വീഡിയോ ഇല്ലേ, വീഡിയോ എപ്പോഴാണ് ഇടുക, വീക്കിലി ഒരു വീഡിയോ എങ്കിലും ഇട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരുന്നുണ്ട്. അതുപോലെ വീഡിയോസ് ഒക്കെ Q&A ഒക്കെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, നമ്മളൊരു വർക്കിന് പോകുന്ന ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഉള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫ്രീ കിട്ടിയപ്പോഴാണ് ഞാൻ എന്നാൽ എഡിറ്റ് ചെയ്തിടാം എന്നുള്ളൊരു പ്ലാനിലിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് വർക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടിയിലാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ വർക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡാണ്, ബെട്രോതൽ ലുക്കാണ് കേട്ടോ നമ്മുടെ വർക്ക്. അപ്പോൾ ഞാനും ഇക്കയും കൂടെയാണ് വർക്കിന് പോകുന്നത്. ഏകദേശം ഒരു 4 മണി 4:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്ക് 5 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം, കാരണം ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മേക്കപ്പ് ഫിനിഷ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെ പേര് നയന എന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തി. അപ്പോഴത്തേനും ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് നയന. അപ്പോൾ ആൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്കിൻ പ്രെപ്പ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഹെയറും അതുപോലെ പ്രെപ്പ് ചെയ്ത് ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫേസ് പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഐബ്രോസും ഐഷാഡോ ഒക്കെ ചെയ്യാനുള്ള സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഫോട്ടോഗ്രാഫേഴ്സ് കുറച്ച് നേരത്തെ വരും, അപ്പോൾ അതിന് മുന്നേ തീർക്കണം. അതുപോലെ കുറച്ച് ലൈറ്റായിട്ടുള്ള മേക്കപ്പ് മതി, എന്നാൽ ഡൂയി ഫിനിഷിൽ നല്ല കുറച്ച് ഗ്ലോയിൽ വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ ഇഷ്ടത്തിന് നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐഷാഡോ ഒക്കെ കുറച്ചൊരു ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൾ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആളുടെ ഔട്ട്ഫിറ്റ് നമ്മുടെ റെൻ്റൽ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ചാലക്കുടിയിൽ കൊടകരയിൽ നമുക്ക് റെൻ്റൽ ഷോപ്പാണ് വരുന്നത്. ഔട്ട്ഫിറ്റും അതുപോലെ ഓർണമെൻറ്റ്സും നമ്മൾ മേക്കപ്പും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആരെങ്കിലും അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കോൺടാക്ട് നമ്പർ കൊടുക്കാം, മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. നമുക്ക് കോംബോ ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംബോ ഓഫേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കോംബോ ഓഫറാണ്. അതുപോലെ മേക്കപ്പ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരും. നമ്മൾ ഇന്നതായിട്ട് ഫോഴ്സ് ചെയ്യില്ല. ബ്രൈഡ്സിന് എന്താണോ ഇഷ്ടം, ഇപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അത് ഓരോ ടൈപ്പ് ആയിരിക്കും മേക്കപ്പ്. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല. ഓരോ ബ്രൈഡ്സിനും അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ അവരോട് ചോദിച്ച് അവർക്കത് ഓക്കെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ഹെയർ സ്റ്റൈലും ഫേസും ഐഷാഡോയും എല്ലാം ലെൻസ് ലാഷസൊക്കെ നമ്മുടെ ബ്രൈഡ്സിൻ്റെ കൺസേൺ പോലെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ടും ഓർണമെൻറ്റ്സും അതുപോലെ മേക്കപ്പ് കോംബോ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഐഷാഡോ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ആൾക്കപ്പോൾ കുറച്ച് ഗ്ലിറ്ററൊക്കെ കൊടുത്തിട്ടുള്ളതാണ് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൾ പ്രിഫർ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗ്ലിറ്റർ ചെയ്തത്, അല്ലെങ്കിൽ നമ്മളത് ചെയ്യില്ല. നേരത്തെ പറഞ്ഞ പോലെ ബ്രൈഡ്സിന് എന്താണോ ഇഷ്ടം അതുപോലെയാണ് ചെയ്യുക. അപ്പോൾ ഞാനൊക്കെയാണ് കേട്ടോ കൂടുതലും വർക്കിന് പോവാറ്, ഞാൻ തന്നെയാണ് ചെയ്യാറ്. എനിക്ക് കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ ഐ മേക്കപ്പ് ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അങ്ങനെ ബാക്കി വീഡിയോസ് എല്ലാം നിങ്ങൾ കാണും കേട്ടോ. മേക്കപ്പ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആളുടെ ഫേസിൽ കുറച്ച് കൺസീൽ ചെയ്യാനുണ്ട് കേട്ടോ. കുറച്ച് പിമ്പിളിൻ്റെ മാർക്സും അതുപോലെ അണ്ടർ ഐ അതുപോലെ ലിപ്സിൻ്റെ ചുറ്റൊക്കെ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു, അതെല്ലാം കൺസീൽ ചെയ്യാണ്. അപ്പോൾ ആൾക്ക് കുറച്ച് കാര്യങ്ങളുള്ളതെല്ലാം നമ്മൾ ആദ്യം ഒന്ന് കവർ ചെയ്യണം. അങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഏകദേശം നമ്മുടെ മേക്കപ്പ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ആൾ ചെറുതായിട്ട് ഉറങ്ങി, നമ്മൾ ഡിസ്റ്റർബ് ഒന്നും ചെയ്തില്ല. കാരണം ബ്രൈഡ്സ് ആണ്, നേരത്തെ എണീക്കണതാണ്, ആൾക്ക് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആളുടെ ഫാദർ നമുക്ക് ടീ ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചായയൊക്കെ. അതിനുശേഷം ഒന്നും കൂടിയും നമ്മുടെ ആ ഫേസിൻ്റെ ഭാഗത്തുള്ള ഹെയർസ് ഒന്നും കൂടിയും ക്രിംപ് ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് ആൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ ഫേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹെയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആൾ കുറച്ചൊരു മുസ്ലിം ടച്ച് വരുന്ന പോലെ ഒരു ഹെയർ സ്റ്റൈലാണ് നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ കാണിച്ച് തന്ന പോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൾ ഈ ഒരു ടൈപ്പിലാണ് ഹെയർ സ്റ്റൈൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഓർണമെൻറ്റ്സ് എല്ലാം നമ്മുടെയാണ് കേട്ടോ, റെൻ്റലാണ്. അതുപോലെ ഡ്രസ്സായാലും നമ്മുടെ സ്റ്റോറിലുള്ളതാണ് കേട്ടോ. അങ്ങനെ ആളുടെ ഒരുവിധം മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ആളുടെ ഔട്ട്ലുക്ക്. ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലെൻസും ലാഷസും ഒക്കെ ആളുടെ ഇഷ്ടത്തിന് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വർക്ക് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ വർക്ക് കഴിഞ്ഞ് നമ്മളിതാ ഇറങ്ങാൻ പോവുകയാണ്. അതുപോലെ വേറെന്താ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം, അല്ലെങ്കിൽ ഔട്ട്ഫിറ്റിൻ്റെ പിക്ചേഴ്സൊക്കെ അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഔട്ട്ഫിറ്റിൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ ആണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറാസ് ബ്രൈഡൽ റെൻ്റലാണ്. അതുപോലെ ഇനിയിപ്പോൾ മേക്ക് ഓവർ ആണെങ്കിൽ ഐറാസ് മേക്ക് ഓവറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.